السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد ഇന്ന് പറയാൻ പോകുന്ന വിഷയം 6 സമയങ്ങളിൽ വുളൂ എടുക്കുന്നതിനെ കുറിച്ചും ആ വുളൂഇന് ശേഷം അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ 5 തവണ ചൊല്ലിയാൽ ലഭിക്കുന്ന അതിമഹത്തായിരിക്കുന്ന നേട്ടവുമാണ്. ആ നേട്ടം നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ആ ഇസ്മിനെ നാം നഷ്ടപ്പെടുത്തുകയില്ല. ഏതാണ് ആ ദിക്ർ? ഏതൊക്കെ സമയങ്ങളിലാണ് വുളൂ ചെയ്യേണ്ടത്? നമുക്ക് പഠിക്കാം, നമുക്ക് കേൾക്കാം. ഈ വീഡിയോയിലൂടെ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പൂർണ്ണമായും കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെല്ലാവരും പല സമയങ്ങളിൽ വുളൂ എടുക്കുന്നവരാണല്ലേ. എന്നാൽ ആ വുളൂ എടുക്കൽ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വുളൂ എടുക്കണം എന്നുള്ളത് പലർക്കും അറിയാം. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഒന്നാമത്തത്, നമ്മുടെയൊക്കെ ജീവിതത്തില് വളരെ മഹത്തായ ഒരു കാര്യമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് പങ്കെടുക്കുന്ന വധൂവരന്മാർ നിക്കാഹിലൂടെയാണല്ലോ അവർക്ക് ഹലാലാകുന്നത്. അപ്പോൾ ആ നിക്കാഹിന് വേണ്ടി പോകുന്ന സമയത്ത് വരന് വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വീഡിയോ കാണുന്ന വിവാഹം കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സന്ദർഭം പ്രത്യേകം ഓർമ്മപ്പെടുത്തി വുളൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഉപ്പമാര് ഉമ്മമാരൊക്കെ അവരുടെ മക്കളെ ഈ സമയത്ത് വുളൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. വളരെ മഹത്തായ സുന്നത്തുള്ള ഒരു കാര്യമാണ് നിക്കാഹിന്റെ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് വുളൂ എടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പുള്ള വുളൂ അതിന് വളരെയധികം ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പവിത്രതകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സന്ദർഭം യാത്ര പോകുന്ന സമയത്താണ്. ഒരു യാത്രക്ക് വേണ്ടി നാം ഒരുങ്ങുന്ന സമയത്ത് അതിനു വേണ്ടി വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഗൾഫിലേക്കുള്ള യാത്രയാവട്ടെ, ദൂരെ ഒരു സ്ഥലത്തേക്കുള്ളൊരു യാത്രയാവട്ടെ, അതിനൊക്കെ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. നാലാമത്തത്, ഖുർആൻ ഓതാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ നോക്കി ഓതുന്നതിന് വുളൂ വേണ്ട, മൊബൈലിൽ നോക്കി ഓതുന്നതിന് വുളൂ വേണ്ട, കാണാതെ ഓതുന്നതിനൊന്നും വുളൂ വേണ്ട. നമ്മൾ മുസ്ഹഫ് കയ്യിലെടുത്തുകൊണ്ട് മുസ്ഹഫിൽ പിടിച്ചുകൊണ്ട് മുസ്ഹഫ് തൊടാൻ വേണ്ടിയാണ് നമുക്ക് വുളൂ നിർബന്ധമുള്ളത്. എന്നാൽ നാം ഖുർആൻ ഓതാൻ വേണ്ടി നാം ഉദ്ദേശിച്ചു, അത് കാണാതെ ഓതുന്നതാവട്ടെ, മൊബൈലിൽ നോക്കി ഓതുന്നതാവട്ടെ, അതല്ലെങ്കിൽ ഖുർആൻ മറ്റൊരാൾ മറച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് നാം നോക്കി ഓതുന്നതാവട്ടെ, എങ്ങനെയാണെങ്കിലും വുളൂ എടുക്കൽ അവനിക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നാം വുളൂ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, ഹദീസ് പഠിക്കാൻ വേണ്ടി വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നമ്മുടെ മക്കളെയൊക്കെ രാവിലെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ആ മദ്രസയിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇൽമ്, അവർ ഹദീസ് പഠിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, കർമ്മശാസ്ത്രം പഠിക്കുന്നുണ്ട്, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇൽമ് അവർക്ക് നാഫി ആയി കിട്ടണം, ഉപകാരപ്രദമായിരിക്കണം. ദുനിയാവിലും ഉപകാരപ്പെടണം, ആഖിറത്തിലും ഉപകാരപ്പെടണം. അതുകൊണ്ട് മക്കൾ മദ്രസയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു നല്ല വുളൂ എടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുക. ഹദീസ് പഠിക്കുന്ന സമയത്ത് ഹദീസ് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ വുളൂ ഈ 6 സമയങ്ങളിൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ വുളൂ എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
വുളു എടുക്കുമ്പോൾ മുഖം കഴുകുന്ന സമയത്ത് ചില ആളുകളൊക്കെ കയ്യിൽ വെള്ളമെടുത്ത് മുഖത്തിന് മുൻവശം മാത്രം കഴുകുന്നത് കാണാറുണ്ട്. അങ്ങനെയല്ല, തലയിൽ നിന്നും മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ ഈ അടിഭാഗം വരെ കഴുകണം. അപ്പോൾ ഈ ചെവി മുതൽ മറ്റേ ചെവിയുടെ ഈ ഭാഗം പൂർണ്ണമായും വെള്ളം കൊണ്ട് കഴുകൽ നിർബന്ധമാണ്. അത് നാം കഴുകുകയും ചെയ്യണം. മറ്റൊന്ന്, വുളു എടുക്കുന്ന ആളുകൾ, അധിക ആളുകളും കാല് കഴുകുന്ന സമയത്ത് പൈപ്പിന്റെ ചോട്ടിൽ കാല് കാണിച്ചു കൊടുത്ത് കഴുകും. അപ്പോൾ കാലിന്റെ പിറകുവശം, മടമ്പിന്റെ പിറകുവശം ഭാഗങ്ങൾ ശരിക്ക് വെള്ളം കൊണ്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ കാലിന്റെ വിരലുകളുടെ ഇടയിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവിടെയൊക്കെ പ്രത്യേകം കഴുകുകയും ചെയ്യണം. അതുപോലെ തന്നെ വുളു എടുക്കുന്ന സമയത്ത് കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക എന്ന് പറയുമ്പോൾ മുട്ട് ഉൾപ്പെടെ പൂർണ്ണമായും ഇങ്ങോട്ട് കയറ്റി കഴുകാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഖിയാമത്ത് നാളില് എന്റെ ഉമ്മത്ത് വരുന്ന സമയത്ത് വുളൂഇന്റെ അടയാളങ്ങളെ കൊണ്ട് കൈകാലുകൾ പ്രകാശിക്കുന്നവരായിട്ട് ഞാൻ അവരെ എത്തിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയുമെന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. മറ്റൊരു സമുദായത്തിനും നൽകാത്ത വളരെ പ്രത്യേകമായൊരു കാര്യമാണ് വുളൂ എന്ന് പറയുന്നത്. അത് മുത്തുനബിയുടെ ഉമ്മത്തിനിക്ക് മാത്രം അല്ലാഹു തആല നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വുളൂഇനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിൻ്റെ എല്ലാ പൂർണ്ണതകളും ശ്രദ്ധിച്ചുകൊണ്ട് നാം വുളു ചെയ്യണം. അതുപോലെ തന്നെ വുളുവിന് ശേഷം ചൊല്ലേണ്ട ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിയിട്ട് സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുക. തുടർന്ന് ഒരു ആയത്തുൽ കുർസിയും പാരായണം ചെയ്തതിന് ശേഷം ഇനി പറയുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്ർ, ആ ദിക്ർ 5 തവണയാണ് പറയേണ്ടത്. അതിന്റെ പ്രതിഫലം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നാം അത് നഷ്ടപ്പെടുത്തുകയില്ല. അത്രമാത്രം വലിയ പ്രതിഫലമാണ് ആ ദിക്റിനിക്കുള്ളത്. ഒന്നാമത്തത്, അവന്റെ സമ്പത്ത് അല്ലാഹു തആല ഇരട്ടിയായി നൽകും. അവനുള്ള സമ്പത്ത് അല്ലാഹു തആല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവന്റെ മക്കൾ നന്നായി കിട്ടും. ഇന്നത്തെ കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കളുടെ കാര്യം. ആ മക്കള് അനുസരണയുള്ളവരാവും, ആ മക്കള് നന്നായി കിട്ടും. വുളുവിന്റെ ശേഷം ഈ ദിക്ർ, ഈ ഇസ്മിനെ 5 തവണ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രവുമല്ല അവന്റെ ആഖിബത്ത് നന്നായി കിട്ടും. മരണസമയം നന്നായി കിട്ടുക എന്നുള്ളത്, അല്ലാഹുവേ നമ്മുടെയൊക്കെ മരണസമയം അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണസമയം നന്നായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഖബറിലും മഹ്ശറയിലും എല്ലാ സ്ഥലത്തും അവൻ വിജയിച്ചവനാവും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ഇസ്മിനെ 5 തവണ നാം പറയണം. ഏതാണ് ആ ഇസ്മ? യാ ഷക്കൂറു യാ അല്ലാഹ്. സ്ക്രീനിൽ കാണുന്ന ആ ഇസ്മ, യാ ഷക്കൂറു യാ അല്ലാഹ്, യാ ഷക്കൂറു യാ അല്ലാഹ്, യാ ഷക്കൂറു യാ അല്ലാഹ്. ഇങ്ങനെ 5 തവണ നാം പറയുക. ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങള്, ഒന്ന്, അവന്റെ ഉള്ള സമ്പത്ത് അല്ലാഹു തആല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അവന്റെ മക്കള് നന്നായി കിട്ടും. മരണസമയത്ത് അവന്റെ ആഖിബത്ത് നന്നായി കിട്ടും. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് കാരണമായി തീരും. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വീഡിയോക്ക് താഴെ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റായി രേഖപ്പെടുത്താറുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. വീട് പണി തുടങ്ങിയവർ, തുടങ്ങാൻ ഉദ്ദേശിച്ചവർ, അല്ലാഹു തആല എല്ലാവർക്കും അതിനുള്ള അബ്വാബുകൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. ഇരുലോക വിജയികളിൽ അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.